ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണവും സമ്മേളനങ്ങളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർ INC ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലും രാഷ്ട്രീയത്തിലും ഏറ്റവും നിർണായക പങ്കുവഹിച്ച പ്രസ്ഥാനമാണ്. INCയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നോക്കാം. രൂപീകരണം 1885 ഡിസംബർ 28 ബോംബെയിലാണ് രൂപീകരിച്ചത്. A.O. ഹ്യൂമാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. മിതവാദി കാലഘട്ടം, തീവ്രവാദി കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. മിതവാദി കാലഘട്ടം 1885 മുതൽ 1905 വരെയാണ്. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ. തീവ്രവാദി കാലഘട്ടം 1905 മുതൽ 1919 വരെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്ന കാലം കൂടിയാണ് ഇത്. ലാൽ ബാൽ പാൽ എന്ന ഒറ്റ പേരിൽ അറിയപ്പെട്ടിരുന്ന ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയാണ്. 1915 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതോടെ കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറി. ആദ്യകാല സമ്മേളനങ്ങൾ. INCയുടെ ആദ്യ സമ്മേളനം 1885 ബോംബെയിലാണ് നടന്നത്. WC ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. ഇതിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പൂനെയിലെ പ്ലേഗ് ബാധ കാരണം പിന്നീട് ആദ്യ സമ്മേളനം ബോംബെയിലേക്ക് തന്നെ മാറ്റി. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ്. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. സുരക്ഷാ വാൾവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഡഫറിൻ പ്രഭുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് A.O. ഹ്യൂം INC സ്ഥാപിച്ചതെന്ന് ഈ സിദ്ധാന്തപ്രകാരം വിശ്വസിക്കപ്പെടുന്നു. 1886 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജി ആയിരുന്നു. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ അധ്യക്ഷനാകുന്ന അദ്ദേഹം ആദ്യ പാഴ്സി അധ്യക്ഷൻ കൂടിയാണ്. കൂടാതെ ഏറ്റവും പ്രായം കൂടിയ അധ്യക്ഷനായ അദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നു. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ദാദാഭായ് നവറോജി കോൺഗ്രസ് എന്ന പേര് സ്വീകരിച്ചത്. 1887 മദ്രാസ് സമ്മേളനം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഇത്. ബദറുദ്ദീൻ തിയാബ്ജി ആയിരുന്നു അധ്യക്ഷൻ. കോൺഗ്രസ് അധ്യക്ഷനാകുന്ന ആദ്യ മുസ്ലിം ആയിരുന്നു അദ്ദേഹം. അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ആദ്യ വ്യക്തിയും അദ്ദേഹമായിരുന്നു. 1888 അലഹാബാദ് സമ്മേളനം. ജോർജ് യൂൾ ആയിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം ഒരു സ്കോട്ടിഷ് വ്യവസായിയായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശിയും ഇദ്ദേഹമാണ്. 1896 കൊൽക്കത്ത സമ്മേളനം. ഇത് കോൺഗ്രസിൻ്റെ 12ാം സമ്മേളനമായിരുന്നു. റഹീംത്തുള്ള സയാനി ആയിരുന്നു അധ്യക്ഷൻ. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് കോൺഗ്രസിൻ്റെ ഈ സമ്മേളനത്തിലാണ്. 1897 അമരാവതി സമ്മേളനം. C. ശങ്കരൻ നായർ ആയിരുന്നു അധ്യക്ഷൻ. കോൺഗ്രസ് അധ്യക്ഷനാകുന്ന ആദ്യ മലയാളിയും ഇദ്ദേഹമായിരുന്നു. മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ച് നടന്ന ഈ സമ്മേളനം കോൺഗ്രസിൻ്റെ 13ാം സമ്മേളനമായിരുന്നു. 1906 കൽക്കത്ത സമ്മേളനത്തിൽ ദാദാഭായ് നവറോജി ആയിരുന്നു അധ്യക്ഷൻ. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഈ സമ്മേളനത്തിലാണ്. സ്വദേശി എന്ന മുദ്രാവാക്യം, അതുപോലെ വിദേശ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം, ദേശീയ വിദ്യാഭ്യാസം എന്നിവയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയം. 1907 സൂററ്റ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിളർന്നു. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടിലെ തീവ്രവാദികൾ കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി. 1911 കൊൽക്കത്ത സമ്മേളനം. ബിഷൻ നാരായൺ ദർ ആയിരുന്നു അധ്യക്ഷൻ. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ദേശീയ ഗാനത്തിൻ്റെ പിറവിയാണ്. 1911 ഡിസംബർ 27 രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി പൊതുവേദിയിൽ ആലപിക്കപ്പെട്ടത് ഈ സമ്മേളനത്തിലാണ്.
1916 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ AC മജുംദാർ. പ്രാധാന്യം: കോൺഗ്രസിലെ വിഭാഗങ്ങളായിരുന്ന മിതവാദിയും തീവ്രവാദിയും 9 വർഷത്തിനു ശേഷം ഒന്നിച്ചു എന്നതും മുസ്ലിം ലീഗുമായുള്ള ധാരണയുമായിരുന്നു. ഗാന്ധിജി നെഹ്റു ആദ്യ കൂടിക്കാഴ്ചയും ഈ സമ്മേളനത്തിലായിരുന്നു. 1917 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷ ആനി ബസന്റ്. ഇതിൻ്റെ പ്രാധാന്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ആദ്യമായി ഒരു വനിത എത്തുന്നത് ഈ സമ്മേളനത്തിലാണ്. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടാക്കിയ തരംഗത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആനി ബസന്റിനെ ഈ സമ്മേളനത്തിൽ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1923 ഡൽഹി പ്രത്യേക സമ്മേളനം. അധ്യക്ഷൻ അബ്ദുൽ കലാം ആസാദ്. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ എന്ന പദവി അദ്ദേഹം സ്വന്തമാക്കിയത് ഈ സമ്മേളനത്തിലാണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന വ്യക്തിയും അബ്ദുൽ കലാം ആസാദാണ്. 1924 ബെൽഗാം സമ്മേളനം. മഹാത്മാഗാന്ധി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം. കോൺഗ്രസിൻ്റെ 43-ാം സമ്മേളനമായിരുന്നു ഇത്. 1925 കാൺപൂർ സമ്മേളനം. അധ്യക്ഷ സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാകുന്ന ആദ്യത്തെ ഭാരതീയ വനിതയാണ് സരോജിനി നായിഡു. ഹിന്ദി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റിയതും ഈ സമ്മേളനത്തിലാണ്. 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു ഇത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. 1938 ഹരിപുര സമ്മേളനം. അധ്യക്ഷൻ യുവ നേതാവായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന നേട്ടം: നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഹരിപുര സമ്മേളന നഗരി അലങ്കരിക്കാൻ പ്രശസ്ത ചിത്രകാരൻ നന്ദലാൽ ബോസിനെ ചുമതലപ്പെടുത്തി. 1939 ത്രിപുരി സമ്മേളനം. അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ്. ഇതിൻ്റെ പ്രത്യേകത കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നു എന്നതാണ്. പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലായിരുന്നു മത്സരം. ഇനി INCയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ചില കുറിപ്പുകൾ. ആദ്യമായി കോൺഗ്രസ് സമ്മേളനം നടന്ന ഗ്രാമം ഫൈസാപൂർ. പട്ടാഭി സീതാരാമയ്യയുടെ പ്രശസ്തമായ കൃതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ INCയുടെ അധ്യക്ഷൻ ആരായിരുന്നു? JB കൃപലാനി. INCയുടെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം പാസാക്കിയതാര്? G സുബ്രഹ്മണ്യ അയ്യർ. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനം. ഏറ്റവും കൂടുതൽ INC സമ്മേളനം നടന്നത് എവിടെ? കൊൽക്കത്തയിൽ. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു.